നമസ്കാരം. ലെമൺ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലിൻ കഷ്ണമിട്ടാൽ ഓടുന്ന സൈസ് ജീവികൾ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിച്ച് ജയിപ്പിക്കും? മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് ഇതാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇതിന് സമാനമായൊക്കെ തന്നെ പറയുന്നു. ഇടുക്കിയിൽ MM മാണിയും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കോൺഗ്രസുകാർ നാളത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണിയാശാനും ടീമും സ്വന്തം പാർട്ടിയിലെ കൂട്ടയടിയും വിഭാഗീയതയും അതിനിടയിൽ CPM വിട്ട് മറ്റ് പാളയങ്ങളിലേക്ക് ചേക്കേറുന്ന നേതാക്കന്മാരെയും അണികളെയും ഒന്നും കാണുന്നില്ലേ എന്നാണ് പുതിയ ചോദ്യം. ഏതായാലും സംസ്ഥാനത്തെ CPM-നായിരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ. നിലവിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ, മറുവശത്ത് സംസ്ഥാനത്ത് പല ജില്ലകളിലും CPM-നുള്ളിലെ പഠനപ്പിണക്കങ്ങളും വിഭാഗീയതയും തമ്മിലടിയും കൂട്ടരാജിയും ഒക്കെ വലിയ ചോദ്യമായി മാറിയിരുന്നു പോയ ദിവസങ്ങളിൽ. ഇപ്പോൾ CPM-ന്റെ ഒരു പ്രമുഖ നേതാവ് തന്നെ, മുൻ MLA തന്നെ പല ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് AKG സെന്ററിലെത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും നടപടിയില്ലെങ്കിൽ താൻ ഉടൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക്, കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് CPM മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നിമിഷം എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും മണിയാശാനും ടീമും കോൺഗ്രസിനെ വിമർശിക്കുന്ന അതേ ലാഘവം സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ കാണിക്കുമോ എന്നാണ് പുതിയ ചോദ്യം. ഏതായാലും മണിയാശാന്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. കരുണാകരന്റെ മകളായതുകൊണ്ട് ഇത്രയും നാളും പിടിച്ചു നിന്നു. ഇപ്പോൾ പോവും, അതിന് മുകളിൽ തന്നെ എപ്പോൾ പോകും എന്നുള്ളതാണ് അറിയേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആ പ്രക്രിയയാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനിയും പോവും. കോൺഗ്രസ്, കാരണം അധികാരമില്ലല്ലോ. അധികാരമില്ലാതെ കോൺഗ്രസിന് നിൽക്കാനാവില്ല. അതാണ് ഞങ്ങളെപ്പോലെ സമരവും അടിയും ബഹളവും തല്ലും മേടിച്ച് ജയിലിലും പോയി കിടക്കുന്ന ഏർപ്പാടൊന്നുമില്ല. അതൊക്കെ പണ്ട് മഹാത്മാഗാന്ധിയുടെ കാലത്തേ ഉള്ളൂ. പിന്നെ എല്ലാം പോയി ഭരണം, സർക്കാർ കൊടുത്ത് കൈയടിയിലെ പുജിക്കൽ ഇതായിരുന്നു. ഇപ്പം നടക്കുകയല്ലോ. ഇപ്പം ഇനി എളുപ്പവഴി BJP കൂടുന്നതാണ്. അധികാരത്തിൽ വരാനും അധികാരത്തിൻ്റെ അപ്പക്കണ്ണം നുണയാനും എല്ലാം സൗകര്യം കിട്ടും. അതുകൊണ്ട് പത്മജ മാത്രമല്ല, കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആയാൽ അത്ഭുതപ്പെടാനില്ല. അതിൽ ഒരു പ്രത്യേകതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയുള്ളവരും പോവും. ഏതായാലും ഇതേ ലാഘവത്തിൽ ഇപ്പോൾ മണിയാശാൻ പറഞ്ഞതുപോലെ അതേ എളുപ്പത്തോടെ CPM-ലെ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുമോ എന്നുള്ളതാണ്. നിലവിൽ തന്നെ ഇടുക്കിയിലെ CPM നേതൃത്വം പലവിധ ചോദ്യങ്ങളിൽ നട്ടം തിരിയുകയാണ്. MM മണിക്കും സഹോദരനുമെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പല വിഷയങ്ങളിൽ മുറുമുറുപ്പുണ്ട്. ഇതിനിടയിൽ ഇടുക്കിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി CPM-ന് നേരിട്ട തിരിച്ചടികളും ചോദ്യമായി മാറിയിരിക്കുന്ന സമയമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ രാജേന്ദ്രൻ തന്നെ മൂന്നാറിലെ വീട്ടിലെത്തി പ്രമുഖ നേതാക്കൾ, BJP നേതാക്കൾ തന്നെ കണ്ടുവെന്നും വരും ദിവസങ്ങളിൽ BJP-യിലേക്കോ അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് പല നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും ആശങ്കയിൽ തന്നെയാണ്. അടുത്ത നിമിഷം ഏതൊക്കെ നേതാക്കന്മാർ കൂടുവിട്ട് കൂടുമാറുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പത്മജ തുടങ്ങി വെച്ചത് മറ്റേതൊക്കെ നേതാക്കന്മാർ ഏറ്റെടുക്കും എന്നുള്ളതാണ്. രാജേന്ദ്രൻ ഇപ്പോൾ വെട്ടിത്തുറന്ന് പറഞ്ഞതുപോലെ മറ്റേതൊക്കെ CPM നേതാക്കന്മാർ വരും ദിവസങ്ങളിൽ പറയും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.